ഒരു ഹിസ്റ്ററിയും മിസ്റ്ററിയും കൂടി ചേർന്ന ഒരു കഥ നമുക്ക് കേട്ടാലോ? തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കിലോമീറ്റർ അകലെ ഒരു കുന്നിൻ മുകളിൽ വിജനമായ പ്രദേശത്ത് മഞ്ഞുമൂടിയ തായ്വരയിൽ ഒരു ബംഗ്ലാവ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒരു കാലത്ത് വിളക്കുകൾ ഇവിടെ തെളിഞ്ഞിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചിരികളികൾ ഇവിടെ മുഴങ്ങിയിരുന്നു. ചായത്തോട്ടങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് നിയന്ത്രിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു രാത്രിക്ക് ശേഷം ഈ പ്രദേശം ഒട്ടാകെ മൊത്തമായിട്ട് വിജനമായി. വെൽക്കം ടു സീരീസ് ഓഫ് ഫോർഗട്ടൻ ഇന്ത്യ എപ്പിസോഡ് 3. 19ാം നൂറ്റാണ്ടുകൾ തുടക്കത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഈ ബോണക്കാട് ബംഗ്ലാവ് ട്രാവൻകൂർ പ്രദേശത്തെ എസ്റ്റേറ്റ് മാനേജറുടെ ഔദ്യോഗിക വസതിയായിരുന്നു. ആ ഒരു കാലത്ത് അവിടെ രാഷ്ട്രീയ ചർച്ചകളും വിരുന്നുകളും എല്ലാം നടന്നിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഈ നാട് വിട്ടു പോയതോടുകൂടെ ഇരു തേയിലത്തോട്ടങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞതോടുകൂടെ പതിയെ ഈ ബോണക്കാട് ബംഗ്ലാവ് ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അങ്ങനെ കാലം ചുമരുകൾ പച്ചപ്പായിട്ട് വളർന്നു. മഴ അതിന്റെ മേലുകളിൽ കുത്തിക്കയറി. ഇന്ന് അത് വെറും ഒരു ശൂന്യമായ ഘടന മാത്രമാണ്. ഈ ബോണക്കാട് ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി പലതരം ഹോണ്ടഡ് സ്റ്റോറീസ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഒരു ബ്രിട്ടീഷ് ഓഫീസറുടെ മകള് ദുരൂഹ സാഹചര്യത്തിൽ ഇവിടെ മരണപ്പെട്ടു എന്നും പിന്നീട് ആ കുട്ടിയുടെ പൊട്ടിച്ചിരിയും പല കാലൊച്ചകളും കാറ്റില്ലാത്ത സമയത്ത് പോലും വാതിലുകളും ജനലുകളും അടയുന്നതായിട്ട് പ്രദേശവാസികൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിന് തെളിവായിട്ട് വരുന്ന ഒരു രേഖകളൊന്നുമില്ല. ഇത് വെറും ഒരു കെട്ടുകഥകൾ മാത്രമായിട്ടാണ് പലപ്പോഴും ചുരുങ്ങി പോവുകയും ചെയ്യുന്നത്. എന്നാൽ ഈ കെട്ടിടം സാക്ഷ്യം വഹിച്ചത് ഒരു പ്രേതകഥയല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ ഉയർച്ചയും വീഴ്ചയും തന്നെയാണ്. ഈ ബംഗ്ലാവ് പൂർണ്ണമായി മണ്ണിടിഞ്ഞു പോയാലും അതിനകത്തുള്ള 100 വർഷക്കാലം ഒരിക്കലും മണ്ണിടിഞ്ഞു പോകുന്നില്ല. കാരണം ചില വീടുകൾ ശൂന്യമായിരിക്കാം, പക്ഷെ ആ വീടിനകത്ത് ഒരിക്കൽ ജീവിച്ചിരുന്ന ചരിത്രങ്ങൾ ശൂന്യമാകില്ല.